ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങളെ ഒരല്പം അൺകംഫർട്ടബിൾ ആക്കും. അതിൻ്റെ കാരണം കുഞ്ഞുനാൾ മുതൽ നിങ്ങൾ കേട്ടു വളർന്നിരുന്ന ഒരു കാര്യം അത് അസത്യമായിരുന്നു എന്നാണ് എനിക്കിന്ന് പറയാനുള്ളത്. ചെറിയ ക്ലാസ്സുകൾ മുതൽ വലിയ ക്ലാസ്സുകൾ വരെ നമ്മൾ കേട്ട് പഠിച്ച കാര്യം തെറ്റായിരുന്നു. വാർത്താമാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച കാര്യങ്ങൾ തെറ്റായിരുന്നു. എല്ലാം മിഥ്യ മാത്രം. ഇത് വെറുതെ ഞാനങ്ങ് പറഞ്ഞു പോവല്ല. എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനുണ്ട്, പ്രബന്ധങ്ങളുണ്ട്, അനുഭവസ്ഥരുണ്ട്, നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുണ്ട്. പരമാവധി തെളിവുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ തന്നെ കമ്പാഷൻ്റെ അല്ലെങ്കിൽ അനുകമ്പയുടെ ഒരു സിമ്പലായി വാഴ്ത്തപ്പെട്ടിരുന്ന ഒരു സ്ത്രീ ഒരിക്കലും ആ ഒരു സിമ്പലിന് അർഹയായിരുന്നില്ല. അവരുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നമുക്കൊന്നെത്തി നോക്കാം. ഈ കഥ ഞാൻ 1980കളിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. ആ കാലഘട്ടത്തിലെ അമേരിക്കയിലെ ഒരു ശതകോടീശ്വരൻ ചാൾസ് കീറ്റിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കോടിക്കണക്കിന് ഡോളേഴ്സ് മദർ തെരേസയുടെ ഓർഗനൈസേഷന് ഡൊണേഷനായിട്ട് കൊടുത്തു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള പ്രൈവറ്റ് ജെറ്റ് മദർ തെരേസയ്ക്ക് ഉപയോഗിക്കാനും അദ്ദേഹം വിട്ടുകൊടുത്തു. ഇതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ അധികം വൈകാതെ തന്നെ ഇതേ ചാൾസ് കീറ്റിങ്ങിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഒരു വലിയ ഫൈനാൻഷ്യൽ തട്ടിപ്പ് നടത്തി. സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളുടെ നിന്ന് അദ്ദേഹം പണം സമാഹരിച്ചു. അതൊരു വലിയ തട്ടിപ്പ് മാത്രമായിരുന്നു. അതിലൂടെ കോടിക്കണക്കിന് ഡോളേഴ്സാണ് പല ആളുകൾക്കും നഷ്ടമായത്. ഇതിനെ തുടർന്നാണ് അറസ്റ്റ് നടന്നത്. പിന്നീട് വിചാരണയാണ് അരങ്ങേറുന്നത്. ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. മദർ തെരേസ അന്ന് വിചാരണ നടക്കുന്ന സമയത്ത് ആ വിചാരണയ്ക്ക് പ്രധാനപ്പെട്ട നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ജഡ്ജിന് ഒരു കത്തയച്ചു. ചാൾസ് കീറ്റിംഗ് നിരപരാധിയാണെന്നൊന്നുമല്ല ആ കത്തിൽ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തോട് ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്, ആളുകളോട് അനുകമ്പയും കരുണയും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. എൻ്റെ ഓർഗനൈസേഷന് വേണ്ടി കോടിക്കണക്കിന് പണം അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് ക്ഷമിക്കണം, ഒരല്പം കനിവ് കാണിക്കണമെന്നാണ്. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. അദ്ദേഹത്തെ എന്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? കോടാനുകോടി അമേരിക്കൻ ഡോളേഴ്സിൻ്റെ തട്ടിപ്പ് നടത്തിയതിന്. ആ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതോ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലും. അത് കാരണം അനുഭവിച്ചതെല്ലാം സാധാരണക്കാരായിട്ടുള്ള കോടാനുകോടി ജനങ്ങളാണ്. ആ ജനങ്ങളെ ദ്രോഹിച്ച് കിട്ടിയ പണത്തിൻ്റെ ഒരു ചെറിയ പങ്ക് അദ്ദേഹം മദർ തെരേസയ്ക്ക് കൊടുത്തു. അതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹത്തോട് ക്ഷമിക്കണം. കത്ത് കിട്ടി അധികം വൈകാതെ തന്നെ ആ ജഡ്ജി മദർ തെരേസയ്ക്ക് മാന്യമായിട്ടുള്ള ഒരു കത്തയച്ചു. ആ കത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാൾസ് കീറ്റിംഗ് കോടിക്കണക്കിന് ആളുകളെ കബളിപ്പിച്ചിട്ടുണ്ടാക്കിയ പണമാണ്. അതിൻ്റെ ഒരു ചെറിയ അംശമാണ് മദർ തെരേസയ്ക്ക് തന്നിരിക്കുന്നത്. അതിനാണ് അയാളിപ്പോൾ ജയിലിൽ കിടക്കുന്നത്. മദർ തെരേസയുടെ കയ്യിലിരിക്കുന്ന പണം അത് പാവങ്ങളുടെ പണമാണ്. യേശുക്രിസ്തു ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മദർ തെരേസയോട് പറഞ്ഞിരുന്നേനെ ആ പണം പാവങ്ങൾക്ക് തിരികെ കൊടുക്കാൻ. ആ പണം എത്രയും പെട്ടെന്ന് കൈമാറുക, അത് അർഹിക്കുന്നവരുടെ കൈകളിൽ എത്തിക്കുന്നതാണ്. പക്ഷേ മദർ തെരേസയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും പിന്നെ ഉണ്ടായിട്ടില്ല. ഇത് മദർ തെരേസയുടെ ഇരുണ്ട കഥയുടെ ഒരു ചെറിയ ഏട് മാത്രമാണ്. പക്ഷേ അന്നാരും മദർ തെരേസയെ ചോദ്യം ചെയ്തില്ല. ആർക്കും മദർ തെരേസയെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല. കാരണം ആര് എന്ത് ചെറിയ കുറ്റം എടുത്തു പറഞ്ഞാലും ശരിക്കും അവരെ വേട്ടയാടിയേനെ സമൂഹം. മദർ തെരേസയ്ക്കെതിരെ ആരെങ്കിലും ഒരു ചെറു വിരലനക്കിക്കഴിഞ്ഞാൽ അവർ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരനായിട്ട് പോലും മുദ്ര കുത്തപ്പെട്ടേനെ. വെറും കഥകളല്ല, യാഥാർത്ഥ്യത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. ആ യാത്രയ്ക്കൊടുവിൽ നിങ്ങൾ സ്വന്തമായി വിലയിരുത്തുക, ഡോക്യുമെൻറ്റുകളൊക്കെ പരിശോധിക്കുക, എന്നിട്ട് പറയുക, ലോകം മുഴുവനും വാഴ്ത്തപ്പെടേണ്ട ഒരു സ്ത്രീയായിരുന്നോ മദർ തെരേസ? മദർ തെരേസ ഒരു ഗ്ലോബൽ ഐക്കൺ ആകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് അവർ ഒരു സാധാരണ പെൺകുട്ടി മാത്രമായിരുന്നു. എല്ലാ പെൺകുട്ടികളെയും പോലുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെയുള്ള ഒരു കൊച്ചു പെൺകുട്ടി. 1910 ആ പെൺകുട്ടി ജനിക്കുന്നത്. നോർത്ത് മാസിഡോണിയാണ് പ്രദേശം. അവിടെ ഒരു കാത്തലിക് കുടുംബത്തിൽ ജനിച്ചു വീണു. വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വീണതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ശരിക്കും മതത്തിലൂടെയാണ് ലോകത്തെ കണ്ടറിഞ്ഞത്. മതം പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് അവൾ ഓരോ കാര്യങ്ങളും വീക്ഷിച്ചത്. ആ കാലഘട്ടത്തിലെ ആ പ്രദേശത്തെ വിശ്വാസമനുസരിച്ച് വേദനയാണ് ദൈവത്തിലേക്കുള്ള ഏറ്റവും വലിയ വഴി.
വേദന എന്ന് പറയുന്നത് ശരിക്കും വളരെ ഉയർന്ന ഒരു സ്പിരിച്വാലിറ്റിയാണ്, ദൈവത്തിൻ്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ശരിക്കും പരമമായിട്ടുള്ള ഒരു ആനന്ദമാണ്. ആ കാലഘട്ടങ്ങളിൽ മിഷണറീസിൻ്റെ ഒരുപാട് കഥകൾ പ്രചരിച്ചിരുന്നു. ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് മിഷണറികൾ പോകുന്നു, അവിടെ അവർ പ്രവർത്തനങ്ങൾ നടത്തുന്നു, പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നു, മതപരിവർത്തനം നടത്തുന്നു. ഇത് കേട്ട് ആ കൊച്ചു പെൺകുട്ടി ഒരുപാട് മോട്ടിവേറ്റഡായി. അവൾക്കും അത്തരത്തിൽ ഒരു മതപരിവർത്തകയാകണമെന്ന്, ഒരു മിഷണറി പ്രവർത്തകയാകണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. ഒടുവിൽ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ അവൾ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. ഇനിയുള്ള ജീവിതം സ്വന്തമായിട്ടൊരു കുടുംബമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജീവിതമായിരിക്കില്ല. അവൾ മിഷണറിയുടെ ഭാഗമാകാൻ തീരുമാനിച്ചു. അവളൊരു കന്യാസ്ത്രീയായി മാറി. ലൊറേറ്റോ സിസ്റ്റേഴ്സ് എന്ന അയർലൻഡിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിലാണ് അവൾ കന്യാസ്ത്രീയായി പഠനം ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അതായത് ആ കാലഘട്ടത്തിലെ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയല്ല, അത് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ആ ബ്രിട്ടീഷ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടും അവൾ ഒരുപാട് കഥകൾ കേട്ടു. മിഷണറികളുടെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റായിരുന്നു ആ കാലഘട്ടത്തിലെ ഇന്ത്യ. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണിപ്പാവങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശം അത് ഇന്ത്യയായിരുന്നു. ഒരുപാട് മിഷണറികൾ അവിടേക്ക് പോകുന്നു, അവരെ സഹായിക്കുന്നു. ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ നിൽക്കുന്ന മദർ തെരേസയുടെ മുൻപിലേക്ക് ഒരു സുവർണ കവാടം തുറന്നു കിട്ടി. ലൊറേറ്റോ സിസ്റ്റേഴ്സ് മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവളെ ഇന്ത്യയിലേക്ക് അയച്ചു. അന്ന് കൊൽക്കത്തയിലെത്തിയതിനു ശേഷം അവർ നേരെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയല്ല പോയത്. അവർക്കന്നൊരു ജോലി ഉണ്ടായിരുന്നു. ധനികരായിട്ടുള്ള വീടുകളിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ടീച്ചർ. തിരക്കേറിയ ജീവിതമായിരുന്നു. സ്കൂളിൽ പോകുന്നു, പഠിപ്പിക്കുന്നു, പിന്നീട് കോൺവെൻറ്റിൽ തിരികെ വരുന്നു. വളരെ മികച്ച ഒരു ജീവിതമാണ് ആ കാലഘട്ടത്തിൽ അവർ നയിച്ചത്. പക്ഷേ അങ്ങനെയുള്ള ജീവിതം പോകെ പോകെ അവരെ തൃപ്തിപ്പെടുത്തിയില്ല. ഇങ്ങനൊരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഒരർത്ഥവുമില്ല. ദൈവത്തിൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കണമെങ്കിൽ പാവങ്ങളോടൊപ്പമായിരിക്കണം ജീവിക്കേണ്ടത്. പാവങ്ങൾക്ക് ഒരു കൈത്താണായിട്ട് മാറണം. പക്ഷേ നേരിട്ട് ആ ജോലിയും കോൺവെൻറ്റും ഒക്കെ ഉപേക്ഷിച്ച് അവർക്ക് വെളിയിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. കാരണം ലൊറേറ്റോ സിസ്റ്റേഴ്സിൻ്റെ അണ്ടറിലാണല്ലോ അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നിയമങ്ങളായിരിക്കണം പാലിക്കേണ്ടത്. തനിക്ക് വെളിയിലേക്ക് പോകണമെന്നും പാവങ്ങളെ സഹായിക്കണമെന്നും മിഷണറി പ്രവർത്തനങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെന്നുള്ള ആവശ്യം അവർ അറിയിച്ചു. അതിനെ തുടർന്ന് 1948 അവർക്ക് ലൊറേറ്റോ ഓർഡർ കിട്ടി. ലൊറേറ്റോ സിസ്റ്റേഴ്സിൽ നിന്നും വേർപെട്ട് സ്വന്തമായി ഇനി പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. അങ്ങനെയാണ് കൊൽക്കത്തയിലെ തെരുവുകളിലൂടെ അവർ ഇറങ്ങി നടക്കാൻ തുടങ്ങിയത്. മുൻപ് ധരിച്ചിരുന്നത് പോലുള്ള വസ്ത്രമല്ല, അവർ കൊൽക്കത്തയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വസ്ത്രം സ്വീകരിച്ചു. നല്ല വെള്ള സാരി. ആ വെള്ള സാരിയുടെ ബോർഡറിൽ നീല വരകളുണ്ട്. ആ സാരിയും ധരിച്ചുകൊണ്ടാണ് പിന്നീട് അവൾ കൊൽക്കത്തയുടെ തെരുവുകളിലൂടെ നടക്കാൻ തുടങ്ങിയത്. അത് പിന്നീട് ആ സ്ത്രീയുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറി. അവരെ ഫോളോ ചെയ്തു വന്നിട്ടുള്ള മറ്റ് കന്യാസ്ത്രീകളും അതേ വേഷം തന്നെ സ്വീകരിച്ചു. 1950 ആയപ്പോൾ സ്വന്തമായി ഒരു മിഷണറി തന്നെ ആരംഭിച്ചു, മിഷണറീസ് ഓഫ് ചാരിറ്റി. തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് അവരൊരു ആശ്രയമായിട്ട് മാറി. രോഗികളെ അവർ ശുശ്രൂഷിക്കാൻ തുടങ്ങി. അവരെ പാർപ്പിക്കാനായിട്ട് പ്രത്യേകമായി കെട്ടിടങ്ങളുണ്ടാക്കി. കോടിക്കണക്കിന് പണമാണ് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും മിഷണറീസ് ഓഫ് ചാരിറ്റിയിലേക്ക് ഒഴുകിയെത്തിയത്. ആളുകൾ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വനിതയായി പതിയെ അവർ മാറാൻ തുടങ്ങി. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സ്പിരിച്വൽ ലീഡറായി അവർ മാറുകയായിരുന്നു. വിസിറ്റിംഗ് ഡോക്ടേഴ്സ് പറയുന്നത് സിക്ക് ഹോമിൽ പ്രധാനമായിട്ടും 2 വലിയ ഹാളുകളാണുള്ളതെന്നാണ്. അതിലെ ഒരു ഹാള് പൂർണ്ണമായിട്ടും പുരുഷന്മാർക്കാണ്. അവിടെ ഏകദേശം 50 മുതൽ 60 വരെ വരുന്ന പുരുഷന്മാരുണ്ട്. മറ്റേ ഹാള് ഇതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഹാളാണ്. അവിടെയും ഏകദേശം 50 മുതൽ 60 വരെ സ്ത്രീകളുണ്ട്. അവരെ മരിക്കാൻ വേണ്ടി അങ്ങ് വിട്ടുകൊടുത്തേക്കാണ്. അവരിൽ പലരുടെയും രോഗം പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റും, പക്ഷേ ചികിത്സിക്കുന്നില്ല. അവരുടെ രോഗങ്ങൾ അവരുടെ ഫെയ്റ്റ് ആണെന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ വേദന അതേപടി അവർ അനുഭവിക്കണമെന്ന് അവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. കാരണം അതാണ് ദൈവവിധി അത്രേ. ആ ദൈവവിധിക്ക് വിധേയമായി ക്രൂരമായി വേദന അനുഭവിച്ച് മരിക്കാൻ വേണ്ടി അവരെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടെ കാര്യമായിട്ട് ചികിത്സയൊന്നും നടക്കുന്നില്ല. അവിടെ ആകെ നടക്കുന്നത് പ്രാർത്ഥനകൾ മാത്രമാണ്. 1990കളിൽ ഒരു പ്രശസ്ത ബ്രിട്ടീഷ് ജേർണലിസ്റ്റും എഴുത്തുകാരുമായ ക്രിസ്റ്റഫർ ഹിച്ചൻസ്
വളരെ ഡീറ്റെയിലായി തന്നെ മദർ തെരേസയെക്കുറിച്ച് പഠിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററി റിലീസ് ചെയ്തു. ഹെൽസ് ഏഞ്ചൽ, അതായത് നരകത്തിൻ്റെ മാലാഖ എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടത്. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ വംശജനായ ലണ്ടനിൽ ജീവിക്കുന്ന ഡോക്ടർ അരൂപ് ചാറ്റർജി, അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ആ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയതൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. അവിടെ കാര്യമായിട്ട് ചികിത്സകളൊന്നും നടത്തുന്നില്ല. വല്ലപ്പോഴുമൊക്കെ ഡോക്ടേഴ്സിനെ അവിടെ വരാനായിട്ട് അനുവദിക്കുന്നുണ്ട്. ആ ഡോക്ടേഴ്സ് ഇഞ്ചക്റ്റ് ചെയ്യുന്ന സിറിഞ്ച് അത് കളയില്ല. അത് വെറും പൈപ്പ് വെള്ളത്തിൽ മാത്രം കഴുകി അടുത്ത തവണ ആവശ്യം വരുമ്പോൾ അതേ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെ മറ്റൊരു രോഗിക്കും ഇഞ്ചക്ഷൻ കൊടുക്കും. തീവ്രമായ വേദന അനുഭവിക്കുന്ന അനവധി രോഗികളുണ്ട്. ക്യാൻസർ രോഗം ബാധിച്ചവരുണ്ട്, എയ്ഡ്സ് രോഗികളുണ്ട്. ഇവർക്ക് ഒരു രീതിയിലുള്ള ചികിത്സയും കൊടുക്കുന്നില്ല. വേദന കൂടുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് അല്പം ആസ്പിരിൻ മാത്രമാണ്. ഇതിൻ്റെയൊക്കെ കാരണം കയ്യിൽ പണമില്ലാത്തതായിരിക്കുമെന്നാകും നിങ്ങൾ ചിന്തിക്കുക. എന്നാൽ അങ്ങനെയല്ല. ആ കാലഘട്ടത്തിലെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിൽ കോടിക്കണക്കിന് ഡോളേഴ്സാണ് വന്ന് കുമിഞ്ഞുകൂടി കിടക്കുന്നത്. അതുപയോഗിച്ച് ആ കാലഘട്ടത്തിൽ നിലവിലുള്ള ഏറ്റവും മികച്ച ഹോസ്പിറ്റലുകൾ തന്നെ അവർക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഏറ്റവും മികച്ച ഡോക്ടേഴ്സിനെ കൊണ്ട് ഇവർക്കെല്ലാം ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ സാധിക്കും. പക്ഷേ ബോധപൂർവം അതൊക്കെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. കാരണം ഇതൊക്കെ ദൈവം കൊടുക്കുന്ന വേദനയാണത്രേ. അവിടെ അടിക്കടി പരിശോധനയ്ക്ക് വരുന്ന ഡോക്ടേഴ്സ് അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പണം ഉപയോഗിച്ച് മെഡിക്കൽ എക്യുപ്മെൻറ്റുകളും മെഡിസിനുകളും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതും അവർ നിഷേധിച്ചു. സിറിഞ്ച് കഴുകി ഉപയോഗിക്കുന്നത് ആ കാലഘട്ടത്തിൽ പതിവാണ്. പക്ഷേ ഒരിക്കലും പൈപ്പ് വെള്ളത്തിൽ കഴുകാറില്ല. ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഒരിക്കൽ ഡോക്ടേഴ്സ് ഈ വോളണ്ടിയേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൈപ്പ് വെള്ളത്തിൽ കഴുകുന്നത്? നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ കഴുകിക്കൂടെ? അതിനവർ പറഞ്ഞ മറുപടിയാണ് ശരിക്കും ഞെട്ടിക്കുന്നത്. ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. ഞങ്ങളോട് ചൂടുവെള്ളത്തിൽ കഴുകണ്ട, പച്ചവെള്ളത്തിൽ കഴുകിയാൽ മതിയെന്നാണ് മദർ തെരേസ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഇത്രയധികം പണമുണ്ടായിട്ടും അവർക്ക് കാര്യമായിട്ടുള്ള ചികിത്സയൊന്നും കൊടുക്കാത്തത്? അത്യാവശ്യം നല്ലൊരു പെയിൻ കില്ലർ പോലും കൊടുക്കാത്തത് എന്താണ്? നിങ്ങൾക്ക് മദർ തെരേസയുടെ ഫിലോസഫി എന്താണെന്ന് അറിയാമെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു സംശയം നിങ്ങൾ ചോദിക്കില്ല. കാരണം മദർ തെരേസയുടെ പേഴ്സണൽ ഫിലോസഫി അനുസരിച്ച് പെയിനാണ് ദൈവത്തിലേക്കുള്ള വഴി. പെയിൻ ദൈവം കൊടുക്കുന്നതാണ്. ദൈവം കൊടുക്കുന്ന ആ പെയിൻ അതേപടി അനുഭവിക്കുക. അങ്ങനെ പാവപ്പെട്ട ആളുകൾ അനുഭവിക്കുന്നതിലൂടെ അവർക്ക് ദൈവത്തിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ വേദന ഇഞ്ചിഞ്ചായി അനുഭവിച്ച് മരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് അന്നവർ ഉണ്ടാക്കിയിരുന്ന സിക്ക് ഹോമുകൾ. ഇനി രോഗം വരുന്നത് മദർ തെരേസയ്ക്കാണെങ്കിലോ? അപ്പോഴും പാവങ്ങൾ കിടക്കുന്ന ആ കിടക്കയിൽ തന്നെ മദർ തെരേസ കിടക്കുമോ? അതേ നീഡിൽ തന്നെ ഉപയോഗിച്ചിട്ട് സാധാരണ ആസ്പിരിൻ മെഡിസിൻ മാത്രം അവർക്ക് കൊടുക്കുമോ? ഒരിക്കലുമില്ല. മദർ തെരേസയ്ക്കും രോഗം വന്നിട്ടുണ്ട്. രോഗം വന്നപ്പോൾ പ്രൈവറ്റ് ജെറ്റിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ആശുപത്രിയിലേക്ക്, അമേരിക്കയിലെ ആശുപത്രിയിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഉണ്ടായത്. അവിടെ ലോകത്തന്ന് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സ തന്നെ മദർ തെരേസയ്ക്ക് കിട്ടി. അതിനു വേണ്ടിയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം പ്രത്യേകമായിട്ട് ഉപയോഗിച്ചു. അവിടെ പെയിൻ കില്ലേഴ്സ് അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ആ പെയിൻ കില്ലേഴ്സ് മേടിക്കുന്നതിൽ ഒരു മടിയും മദർ തെരേസയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് പേസ് മേക്കേഴ്സ് വെച്ച് പിടിപ്പിക്കാൻ അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതായത് അവർക്ക് രോഗം വരുമ്പോൾ അതിന് ചികിത്സ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. അവിടെ ദൈവികമായിട്ടുള്ള ഒന്നും തന്നെയില്ല. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് പാവപ്പെട്ട നിർധനനായിട്ടുള്ള ഒരു വ്യക്തി വേദന അനുഭവിക്കുമ്പോഴാണ്. ആ വേദന അനുഭവിക്കാനായിട്ട് തന്നെ അവരെ വിട്ടുകൊടുക്കുകയാണ് മദർ തെരേസ ചെയ്യുന്നത്. കാരണം അവിടെ മാത്രം ദൈവികതയുണ്ട്. അവർക്ക് സ്വന്തമായിട്ടൊരു രോഗം വരുമ്പോൾ അവിടെ ഒരു ദൈവികതയുമില്ല. അവിടെ ഏറ്റവും മികച്ച മോഡേൺ മെഡിസിൻ തന്നെ അവർക്ക് കിട്ടണം. മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ ഒരു സിക്ക് ഹോം നിങ്ങൾ സങ്കല്പിക്കുക. അവിടെ മരിക്കാൻ കിടക്കുന്ന തീവ്രമായ രോഗമുള്ള ഒരു പേഷ്യൻറ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ആ സമയത്ത് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനൊന്നും ആ രോഗിക്ക് സാധിക്കില്ല. ശക്തമായിട്ടുള്ള വേദനയായിരിക്കും അനുഭവിക്കാൻ സാധിക്കുന്നത്. ആ രോഗി ഒരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടിട്ടുള്ള ഒരു രോഗിയാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പല മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. ഹിന്ദു ഉണ്ടായിരിക്കും, മുസ്ലിം ഉണ്ടായിരിക്കും. അവസാന നിമിഷങ്ങളിൽ അവർക്ക് കടന്നു പോകേണ്ടി വരുന്നത് മതപരിവർത്തനത്തിലൂടെയാണ്. മദർ തെരേസ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവസാന നിമിഷമാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരു കന്യാസ്ത്രീ ആ രോഗിയുടെ തൊട്ടരികിൽ വന്ന് നിൽക്കും. അതിനുശേഷം ഒരു നനഞ്ഞ തുണി അദ്ദേഹത്തിൻ്റെ ആ രോഗിയുടെ തലയിൽ കൊണ്ടുപോയി വയ്ക്കും.
നോക്കുമ്പോൾ വേദന കൊണ്ട് പെടഞ്ഞ് മരിക്കാൻ പോകുന്ന ആ രോഗിയുടെ തലയിൽ ഒരാശ്വാസത്തിന് വേണ്ടി നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുന്നു. എന്നാൽ അത് വെറുമൊരു നനഞ്ഞ തുണി മാത്രമല്ല. ആ നനഞ്ഞ തുണി അങ്ങനെ വെക്കുന്നതിനോടൊപ്പം അവർ ചില മന്ത്രങ്ങളും ഉരുവിടുന്നുണ്ടായിരിക്കും. അവിടെ ബാപ്റ്റിസം നടക്കുകയാണ്. അതായത് അവസാന നിമിഷങ്ങളിൽ ഒരു മുസ്ലിമോ ഒരു ഹിന്ദുവോ ആയിരിക്കുന്ന ആ വ്യക്തിയുടെ മതമങ്ങ് മാറ്റി ക്രിസ്ത്യൻ മതം സ്വീകരിപ്പിക്കുകയാണ്. അവിടെ ആ രോഗിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അവരെന്താണോ ചെയ്യുന്നത്, ആ കെയർ ടേക്കർ എന്താണോ ചെയ്യുന്നത്, അതിന് വിധേയനായി അവിടെ അങ്ങനെ കിടക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇത് ശരിക്കും ഹ്യൂമൻ റൈറ്റ്സിൻ്റെ നഗ്നമായിട്ടുള്ള ഒരു വയലേഷനാണ്. മതപരിവർത്തനം നടത്തുന്നതിന് നിയമങ്ങളുണ്ട്. ചുമ്മാതങ്ങ് മതപരിവർത്തനം നടത്താൻ സാധിക്കില്ല. അവസാന നിമിഷം മരണത്തോട് മല്ലിടുന്ന ഒരു വ്യക്തിയിൽ മതം മാറ്റി മറ്റൊരു മതത്തിലേക്ക് കൊണ്ടുപോകാനും സാധിക്കില്ല. അതൊക്കെ ശരിക്കും ക്രൂരമായിട്ടുള്ള പരിപാടികളാണ്. ഇങ്ങനെ മതം മാറ്റുന്നതിലൂടെ അവർ ചില ഐഡിയോളജികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവരുടെ വിശ്വാസമനുസരിച്ച് കാത്തലിക് മതം സ്വീകരിക്കുന്ന ആ ഒരു മതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ ആത്മാവിന് മാത്രമേ ശാന്തി ലഭിക്കുകയുള്ളൂ. അങ്ങനെ ശാന്തി ലഭിക്കണമെങ്കിൽ മരിക്കുന്നതിന് മുൻപ് അവർക്ക് ബാപ്റ്റിസത്തിന് വിധേയമാകേണ്ടി വരും. ഇന്ത്യയിലെ ആ കാലഘട്ടത്തിലെയും ഈ കാലഘട്ടത്തിലെയും പ്രാക്ടീസ് അനുസരിച്ച് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശവശരീരം ആ വ്യക്തിയുടെ ബന്ധുക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ആ ബന്ധുക്കളുടെ വിശ്വാസം അനുസരിച്ചിട്ട് വേണം മതപരമായിട്ടുള്ള കർമ്മങ്ങൾ നടത്താൻ, അല്ലെങ്കിൽ ഒരു കർമ്മവും നടത്താതിരിക്കാൻ. മതത്തിൽ വിശ്വസിക്കാത്ത ആളാണെങ്കിൽ, അല്ലെങ്കിൽ ആ മരിച്ച വ്യക്തിക്ക് ഒരു രീതിയിലുള്ള വിശ്വാസവും ഇല്ലെങ്കിൽ, ആ വിശ്വാസമൊന്നുമില്ലാതെ തന്നെ അടക്കം നടത്താനുള്ള അവകാശം റൈറ്റ് ഉണ്ട്. എന്നാൽ ആ റൈറ്റിനൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് മിഷണറിയുടെ കീഴിലുണ്ടായിരുന്ന ഓരോ സിഖ് ഹോമുകളിലും നടന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ പോലുള്ള സോഷ്യൽ മീഡിയ ഒന്നുമില്ല, ശരി, പക്ഷേ ആ കാലഘട്ടങ്ങളിലും മാധ്യമങ്ങളുണ്ടല്ലോ. മാധ്യമങ്ങൾ ഇതൊന്നും ചോദ്യം ചെയ്തില്ലേ? ആരും ചോദ്യം ചെയ്തില്ല. ശരിക്കും ഇതൊക്കെ വാഴ്ത്തപ്പെടുകയാണ് ചെയ്തത്. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. അവർക്ക് ഇത് ശരിക്കും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരെല്ലാവരും ക്രിസ്ത്യൻസായിട്ട് മാറുന്നു. അതായത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ രോഗികൾ തീരുമാനിക്കുകയാണ് ഒരു ക്രിസ്ത്യാനിയായി മരിക്കണമെന്ന്. ഇതവരെ ശരിക്കും ത്രില്ലടിപ്പിച്ചു. വത്തിക്കാന് അടക്കാനാവാത്ത സന്തോഷമുണ്ടായി. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെയുള്ള ധനികരായിട്ടുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങൾ കോടിക്കണക്കിന് പണമാണ് ഇതിനെ തുടർന്ന് മിഷണറിയിലേക്ക് അയച്ചത്. മിഷണറി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും പ്രഖ്യാപിച്ചു. ഇങ്ങനെ വരുന്ന പണം ശരിക്കും മദർ തെരേസയെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തി. 1970കളിലും 80കളിലും മദർ തെരേസ വെറും ഒരു കന്യാസ്ത്രീ മാത്രമായിരുന്നില്ല, അവർ ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ കോടിക്കണക്കിന് ഡോളേഴ്സൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് ഒരുപാട് സിഖ് ഹോമുകളൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ ഈ പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാൾക്ക് ജീവിച്ചു പോകാൻ സാധിക്കുന്ന അത്രയും അളവിൽ മാത്രമാണ് അവിടെ ഭക്ഷണം പോലും കൊടുക്കുന്നത്. കാര്യമായിട്ട് മെഡിസിനൊന്നും കൊടുക്കുന്നില്ല, കാര്യമായിട്ട് എക്യുപ്മെൻറ്റുകളുടെ ആവശ്യവുമില്ല. കന്യാസ്ത്രീകളാണ് വോളണ്ടിയേഴ്സ്, അതുകൊണ്ട് തന്നെ അവർക്കും പണത്തിൻ്റെ ആവശ്യമില്ല, പണം അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടിയിട്ടുള്ള തുച്ഛമായ പണം മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഈ കോടാനുകോടി ഡോളേഴ്സ് എങ്ങോട്ടാണ് പോയത്? ആ പണമൊക്കെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും വന്നെത്തുന്നത് ഇന്ത്യയിലേക്കാണ്. പക്ഷേ അത് ഇന്ത്യയിലല്ല ചിലവഴിച്ചത്, അതവിടെ നിന്നും നേരെ പോകുന്നത് വിദേശ രാജ്യത്തേക്കാണ്. കൃത്യമായി പറഞ്ഞാൽ റോമിൽ സ്ഥിതി ചെയ്യുന്ന വത്തിക്കാൻ ബാങ്കിലേക്കാണ്. ഇതിൽ നിന്നൊക്കെ ലാഭമുണ്ടാക്കുന്നത് വത്തിക്കാനാണ്, സഭയാണ്. സഭയ്ക്ക് മദർ തെരേസ അവിടെ അങ്ങനെ ഉണ്ടായിരിക്കേണ്ടത് അവരുടെ ഒരു ആവശ്യം കൂടിയാണ്. മദർ തെരേസ ലോകം കണ്ടതിലെ ഏറ്റവും മികച്ച കമ്പാഷൻ്റെ ഒരു സിമ്പലാണെന്ന് എടുത്തു കാണിക്കേണ്ട ഉത്തരവാദിത്വം വത്തിക്കാനാണ്. കാരണം അതിൻ്റെ എല്ലാം അനന്തരഫലം അനുഭവിക്കാൻ പോകുന്നത്, ആ പണമെല്ലാം വന്ന് കുമിഞ്ഞുകൂടാൻ പോകുന്നത് വത്തിക്കാൻ്റെ അക്കൗണ്ടിലാണ്, വത്തിക്കാൻ്റെ ബാങ്കിലാണ്. അതിനുവേണ്ടി ലോകം മുഴുവനും മദർ തെരേസ ഒരു വിപ്ലവമാണെന്നും ഒരു അത്ഭുതമാണെന്നും അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു. മദർ തെരേസ ദിനം പ്രതി കൂടുതൽ പോപ്പുലർ ആകാൻ തുടങ്ങി. അതനുസരിച്ച് കൂടുതൽ പണം വത്തിക്കാൻ ബാങ്കിൽ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ പാവങ്ങളെ സഹായിക്കുക എന്ന രീതിയിലാണ് മിഷണറീസ് ഓഫ് ചാരിറ്റിയിലേക്ക് പണം അയച്ചിരുന്നത്. പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരുന്നില്ല. ക്രൂരന്മാരായിട്ടുള്ള ഡിക്റ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ ക്രൂരമായി പറ്റിച്ചിരുന്ന കൊന്നിരുന്ന ആളുകൾ പോലും പണം അയച്ചിട്ടുണ്ട്. അത് പാവങ്ങളെ സഹായിക്കുക എന്ന രീതിയിലായിരുന്നില്ല.
അവർ ക്രൂരമായി സമ്പാദിക്കുന്ന പണം ഉപയോഗിച്ച്, ആ പണത്തിൻ്റെ വളരെ ചെറിയൊരു അംശം ഉപയോഗിച്ച് ലോകത്തിൻ്റെ മുൻപിൽ ഒരു മികച്ച മാതൃകാ പുരുഷനായി സ്വയം അവരോധിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനവരെ സഹായിക്കുന്നത് മദർ തെരേസയാണ്. മദർ തെരേസയ്ക്ക് പണം കൊടുക്കും, മദർ തെരേസ അവരെ പുകഴ്ത്തിപ്പാടും. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ചാൾസ് കീറ്റിംഗ് എന്ന ഒരു ഫ്രോഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ചാൾസ് കീറ്റിങ്ങിന് പുറമെ ഹൈത്തിയിലെ ഒരു ക്രൂരനായിട്ടുള്ള ഡിക്റ്റേറ്റർ ജോൺ ക്ലൗഡ് ഡുവാലിയർ, അയാൾ കോടിക്കണക്കിന് പണം നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു സ്നേഹം മദർ തെരേസ കാണിച്ചിട്ടുമുണ്ട്. മദർ തെരേസ അയാളെ നേരിട്ട് പോയി കണ്ടു. എന്നിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള, ആളുകളെ സ്നേഹിക്കുന്ന, കാരുണ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡുവാലിയർ. പക്ഷേ ഡുവാലിയർ കൊന്നു തള്ളിയിട്ടുള്ള അനേകം പാവപ്പെട്ട ജനങ്ങളുണ്ട്. അവരുടെ വിലപ്പെട്ട പണമാണ് അയാൾ അപഹരിക്കുന്നത്. ആ വിലപ്പെട്ട പണത്തിൻ്റെ ഒരു ചെറിയ അംശം മദർ തെരേസയ്ക്ക് കൊടുത്തപ്പോൾ മദർ തെരേസ അയാളെ പാടി പുകഴ്ത്തി. റോബർട്ട് മാക്സ്വെൽ ക്രൂരനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. അയാൾ പറ്റിച്ചത് അയാളുടെ തന്നെ ജോലിക്കാരെയാണ്. അവരുടെ പെൻഷൻ പണം, അത് കോടിക്കണക്കിന് ഡോളേഴ്സ് വരും, അത്രയും പണം അയാൾ പറ്റിച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ അംശം മദർ തെരേസയ്ക്ക് കൊടുത്തു. മദർ തെരേസ അയാളെ പുണ്യാളനാക്കി മാറ്റി. ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ള ഒരുപാട് ക്രൂരന്മാർ മദർ തെരേസയ്ക്ക് പണം കൊടുത്തുകൊണ്ടേയിരുന്നു. പണം കൊടുക്കുന്നതനുസരിച്ച് അവരോടൊപ്പം ചേർന്ന് നിന്ന് മദർ തെരേസ ഫോട്ടോ എടുക്കും. അതിനുശേഷം അവർ ഇങ്ങനെ ലോകത്തോട് വിളിച്ചു പറയും, ഇവരൊക്കെ പാവങ്ങളാണ്, ഇവർ ചെയ്യുന്നതൊക്കെ നല്ല പ്രവർത്തികളാണ്, ഇവർ പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് പണം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ഇവരെ സ്നേഹിക്കണം. എന്ത് ക്രൂര കർത്തവ്യം ചെയ്യാം, അതുപയോഗിച്ച് കോടിക്കണക്കിന് പണം ഉണ്ടാക്കാം. അതിൻ്റെ ഒരു ചെറിയ അംശം മദർ തെരേസയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്ത ക്രൂരകർത്തവ്യങ്ങളൊന്നും ക്രൂരകർത്തവ്യമേ അല്ല, അവരൊക്കെ പുണ്യാളന്മാരാണെന്ന് മദർ തെരേസ തന്നെ ലോകത്തോട് പറയും. നമ്മൾ മണി ലോണ്ടറിങ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇവിടെ മറ്റൊരു തരത്തിലുള്ള ലോണ്ടറിങ് ആണ്. മണിയല്ല, ഇമേജ് ലോണ്ടറിങ് ആണ്. എത്ര ക്രൂരനാണെങ്കിലും പണം കൊടുത്തിട്ട് മദർ തെരേസയെ കൊണ്ട് അത് മാറ്റി പറയിക്കാം. 1984 ഭോപ്പാൽ ട്രാജഡി നടക്കുന്നത്. ഭോപ്പാലിൽ അതൊരു വലിയ ദുരന്തമായിരുന്നു. അന്ന് യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് ചോർന്നൊലിച്ച കെമിക്കലുകൾ കാരണം ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർ വേദന കൊണ്ട് പെടഞ്ഞു മരിച്ചു. 10,000-കണക്കിന് ആളുകൾക്ക് പിന്നീടുള്ള ജീവിതകാലം മുഴുവനും വേദന സഹിച്ച് ജീവിക്കേണ്ടി വന്നു. അവരൊക്കെ അംഗപരിമിതരായി മാറി. ജീവിതകാലം മുഴുവനും വേദന അനുഭവിച്ച് അവരങ്ങനെ പെടഞ്ഞ് ജീവിക്കുമ്പോൾ അതിനെല്ലാം കാരണക്കാരായിട്ടുള്ള കമ്പനിയുടെ മേലധികാരികൾ ഒരു രീതിയിലുള്ള നഷ്ടപരിഹാരവും കൊടുക്കാതെ എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിൽ അവിടേക്ക് മദർ തെരേസ കടന്നു വന്നു. ലോകം മുഴുവനും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ വിക്ടിംസിന് വേണ്ടി ഇപ്പോൾ മദർ തെരേസ നിലകൊള്ളുമെന്നാണ്. ഭോപ്പാലിന്, ഇന്ത്യക്ക് ഇപ്പോൾ അത്യാവശ്യം മദർ തെരേസയെപ്പോലുള്ള ഒരു ഫിഗറാണ്. മദർ തെരേസ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് പറ്റില്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു മെസ്സേജാണ് അവർ ഭോപ്പാലിൽ വന്ന് പറഞ്ഞത്. അവർ പറഞ്ഞത്, വേദന കൊണ്ട് പിടയുന്ന ആളുകൾ എല്ലാം ക്ഷമിക്കുക, ഈ കേസിൽ നിന്നൊക്കെ പിന്മാറുക. നിങ്ങളുടെ സഫറിങ് അത് ശരിക്കും ദൈവവിധിയാണ്. ആ സഫറിങ്, ആ പെയിൻ നിങ്ങൾ അനുഭവിക്കുക. ആ പെയിനിന് കാരണക്കാരായിട്ടുള്ള ആളുകളോട് നിങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുക. യൂണിയൻ കാർബൈഡ് കമ്പനി എന്താണോ കേൾക്കാൻ ആഗ്രഹിച്ചത് ആ കാര്യം മാത്രമാണ് മദർ തെരേസ പറഞ്ഞത്. അങ്ങനെ മദർ തെരേസയെ കൊണ്ട് പറയിപ്പിച്ചതിൽ യൂണിയൻ കാർബൈഡ് കമ്പനിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? പൂർവ്വചരിത്രം പരിശോധിക്കുമ്പോൾ പങ്കുണ്ടെന്ന് പറയേണ്ടി വരും. ഇത്തരത്തിൽ ക്രൂരന്മാരായിട്ടുള്ള അനവധി ആളുകളുടെ കയ്യിൽ നിന്നും മിഷണറീസ് ഓഫ് ചാരിറ്റി പണം കൈപ്പറ്റിയിട്ടുണ്ട്. ആ പണമൊക്കെ നേരെ വത്തിക്കാൻ ബാങ്കിലേക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. പാവപ്പെട്ട ആളുകൾ, വേദന കൊണ്ട് പെടഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, ചുമയ്ക്കുമ്പോൾ വായിൽ നിന്ന് ചോര വരുന്നവർ, അവരോട് പറയുകയാണ്, നിങ്ങളിതെല്ലാം ക്ഷമിക്കുക, ഇതെല്ലാം അങ്ങ് അനുഭവിക്കുക, ഇത് നിങ്ങളുടെ വിധി മാത്രമാണ്. തെറ്റു ചെയ്തവരെ രക്ഷപ്പെടാൻ അനുവദിക്കുക. ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകും. ഇത്രയും ക്രൂരമായിട്ടൊക്കെ മദർ തെരേസ പെരുമാറിയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ മദർ തെരേസയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം കേട്ട് വളർന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ തന്നെ അച്ചടിച്ച പാഠ്യപുസ്തകങ്ങൾ മദർ തെരേസയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം എഴുതിയിരിക്കുന്നത്? ലോകം ഇപ്പോഴും, ലോകത്തുള്ള 99% ആളുകളും ഇപ്പോഴും മദർ തെരേസയെ ഒരു ദൈവത്തെ പോലെ, ഒരു സെയിൻറ്റിനെ പോലെ കാണുന്നത്. സെയിൻ്റായിട്ടല്ല, വിശ്വാസികളുടെ മുമ്പിൽ അവരൊരു സെയിൻറ്റ് തന്നെയാണ്.
ഒരു ചെറുവിരൽ പോലും ആരും അനക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും അത്രയും അൺടച്ചബിളായിട്ടുള്ള ഒരു ഇമേജാണ് വെസ്റ്റേൺ മാധ്യമങ്ങളും വത്തിക്കാനും അവർക്ക് ചാർത്തി കൊടുത്തിരിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ തന്നെ കമൻറ്റ് ബോക്സ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഇവിടെ എന്നെ ചീത്ത വിളിക്കുന്ന, എന്നെ കളിയാക്കുന്ന, അധിക്ഷേപിക്കുന്ന, വ്യക്തിഹത്യ ചെയ്യുന്ന ഒരുപാട് കമൻറ്റുകൾ ഉണ്ടാകും. അതൊക്കെ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേ മതിയാകൂ. ആ കാലഘട്ടങ്ങളിൽ വെസ്റ്റേൺ മാധ്യമങ്ങൾ ശരിക്കും ഇത് ആഘോഷിക്കുകയാണ്. വെസ്റ്റേൺ മാധ്യമങ്ങൾ മാത്രമല്ല, അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ശരിക്കും സന്തോഷിക്കുകയാണ്. ഒരു വെള്ള നിറമുള്ള സ്ത്രീ, ആ സ്ത്രീ ഒരു തേർഡ് റേറ്റ് രാജ്യത്ത് ഇരുണ്ട നിറമുള്ള ആളുകളുടെ ഇടയിൽ പോയി അവിടുത്തെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നു. ഞങ്ങൾ വെള്ളക്കാരിങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ കുറച്ച് കൂടിയ ആളുകളാണ്, ഞങ്ങൾ കുലീനരാണ്, ഞങ്ങൾ ഇങ്ങനെ മോശമായിട്ടുള്ള പാവപ്പെട്ട രോഗികളെ സഹായിക്കും, ഞങ്ങൾ അത്തരത്തിൽ മികച്ച ആളുകളൊക്കെ തന്നെയാണ്. ഇത് മനുഷ്യരുടെ കോമൺ ആയിട്ടുള്ളൊരു സൈക്കോളജിയാണ്. ഇപ്പോൾ ഒരു മലയാളി ലോകത്തിലെവിടെയെങ്കിലും പോയി ആളുകളെ ഒരുപാട് സഹായിച്ച് ലോകം മുഴുവനും പ്രശസ്തമാകുകയാണെങ്കിൽ നമ്മൾ ആ ആളുടെ പേരിൽ അഭിമാനിക്കും. നമ്മൾ സോഷ്യൽ മീഡിയകളിലും അതുപോലെ മാധ്യമങ്ങളിലുമൊക്കെ അവരെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസും വീഡിയോസും ഒക്കെ ചെയ്ത് നമ്മൾ സ്വയം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ഒക്കെ ചെയ്യും. ഒരു വ്യക്തി ഒരു ദൈവതുല്യനായ വ്യക്തിയായി മാറുമ്പോൾ, ഒരു സെയിൻ്റായിട്ട് മാറുമ്പോൾ അവിടെ ഒരു ബാരിയറുണ്ട്. ആ ബാരിയർ പൊട്ടിച്ച് നമുക്ക് ആ വ്യക്തിയെ താഴെ കൊണ്ടുവരാൻ സാധിക്കില്ല. ആ വ്യക്തി എത്ര ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്താലും ആ വ്യക്തി അവിടെ തന്നെ നിലകൊള്ളും. സത്യങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ മതവിരുദ്ധരായിട്ട് ചിത്രീകരിക്കപ്പെടും. അവരൊക്കെ ആ മതത്തെ വേട്ടയാടുന്നതായിട്ടായിരിക്കും പറയുക. പഴയ ഒരു കൊളോണിയൽ സിസ്റ്റത്തിലൂടെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. വെസ്റ്റേണേഴ്സ് എഴുതി വെച്ച കാര്യങ്ങൾ ഇപ്പോഴും കുട്ടികൾ മനഃപ്പാഠമാക്കി പഠിക്കുന്നു. ആ കൂട്ടത്തിലൊന്നാണ് മദർ തെരേസയും മദർ തെരേസയുടെ വീരസാഹസിക കഥകളും. ആ കഥകൾ കേട്ടു വളരുന്ന കുട്ടികൾ പിന്നീട് വലുതാകുമ്പോൾ മദർ തെരേസയെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. സത്യത്തിൻ്റെ മുമ്പിൽ അവർ കണ്ണടയ്ക്കാൻ ശ്രമിക്കും. അത് കണ്ടില്ലെന്നും ആ പറയുന്ന ആൾ ഒരു കള്ളനാണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. മദർ തെരേസയെ കമ്പാഷൻ്റെ ഒരു സിമ്പലായി നമ്മൾ വാഴ്ത്തപ്പെടുമ്പോൾ ശരിക്കും ഇന്ത്യക്കാരായി ജനിച്ച് ഇന്ത്യക്കാർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള യഥാർത്ഥ ഹീറോസിനെ, സൂപ്പർ ഹീറോസിനെ നമ്മൾ മറന്നു കളയുകയാണ്. സിന്ധുതായി സത്കാൽ മഹാരാഷ്ട്രയിൽ ആയിരക്കണക്കിന് ഓർഫൻസിന്, അതായത് ആരോരുമില്ലാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് അവർ ഒരു താണും തണലുമായി മാറി. ഒരു പാവപ്പെട്ട വ്യക്തിയെപ്പോലെ വേദന സഹിച്ച് മരിക്കാൻ വേണ്ടിയിട്ടല്ല അവർ അത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയത്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയായിരുന്നു. സാധാരണ മനുഷ്യരെ പോലെ വളർന്നു വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. മികച്ച പൗരന്മാരായിട്ട് വളരാൻ അവരെ സഹായിക്കുകയാണ് ചെയ്തത്. അവരെ ആരും വാഴ്ത്തപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബാബ ആംതെ കുഷ്ഠരോഗികളെ മരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക മുറിയിലേക്ക് അദ്ദേഹം പറഞ്ഞു വിടുകയായിരുന്നില്ല. വേദന നിങ്ങളങ്ങ് സഹിച്ചോളൂ, അത് നിങ്ങൾ അർഹതപ്പെട്ടതാണ്, ആ വേദന അനുഭവിക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അവരെ വെറുതെ ബോധ്യപ്പെടുത്താനുള്ള വിഫലമായിട്ടുള്ള ശ്രമങ്ങളൊന്നും ആയിരുന്നില്ല അദ്ദേഹം നടത്തിയത്. അദ്ദേഹം അവർക്ക് ഏറ്റവും മികച്ച ചികിത്സ കൊടുത്തു. അഭിമാനത്തോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ അവർക്ക് പ്രചോദനം നൽകി. എല്ലാ അവസരങ്ങളും എല്ലാ പ്ലാറ്റ്ഫോമുകളും അദ്ദേഹം അവർക്ക് വ്യക്തമായിട്ട് ഒരുക്കി കൊടുത്തു. പക്ഷേ ഇവരാരും നമ്മുടെ സൂപ്പർ ഹീറോ ആയില്ല. നമ്മളെ ചൂഷണം ചെയ്ത, പാവങ്ങളെ ചൂഷണം ചെയ്ത, ധനികരോടൊപ്പം നിന്ന, ക്രൂരന്മാരോടൊപ്പം നിന്ന, അവർക്ക് വെള്ളപൂശി കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീയെ നമ്മളൊരു സൂപ്പർ ഹീറോ ആക്കി മാറ്റി. യഥാർത്ഥ സൂപ്പർ ഹീറോയെ നമ്മൾ മറന്നു കളഞ്ഞു. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.